ദൈവനാമ മഹത്വത്തിനായി ഈ ശുശ്രൂഷ സമർപ്പിക്കുന്നത് ബാബു ആൻഡ് ബേബി, ടൊറന്റോ, കാനഡ. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താൽ പ്രിയ സഹോദരങ്ങളെ, പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്വപിതാവാം ദൈവമേ, വിലയിൻ്റെ ഞങ്ങൾ അവിടുത്തെ തിരുസന്നിധിയിലേക്ക് ലോകത്തിൻ്റെ നാനാ രാജ്യങ്ങളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്നു. ഞങ്ങളെ ഓർക്കണമേ, അനുഗ്രഹിക്കണമേ. ഈ ശുശ്രൂഷയിലൂടെ കടന്നു വരുന്ന ഓരോ മക്കൾക്കും അവിടുത്തെ അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യണമെന്ന് അവിടുത്തെ സ്നേഹത്തോടെ ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടിയനെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങ് ഏഴയിലും അങ്ങയിലെ കൊണ്ട് ശുശ്രൂഷയെ പന്തക്കൊണ്ടും സഹായിക്കണമേ. അങ്ങയുടെ പൊന്നുനാമം മഹത്വപ്പെടുവാൻ തക്കോണ്ടും ഈ ശുശ്രൂഷയോടെ സഹായിക്കണമെന്ന് അങ്ങയുടെ സ്നേഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നുവരെ ഞങ്ങളെ നയിച്ചിരിക്കുന്ന അവിടുത്തെ എല്ലാ കാരണങ്ങൾക്കായിട്ടും വാത്സല്യങ്ങൾക്കായിട്ടും നന്ദിയോടെ സ്തോത്രം. കൃപയാൽ ഞങ്ങളെ പരിപാലിക്കാൻ അനുഗ്രഹിക്കാൻ വഴി നടത്തി ചെയ്യണമെന്ന് യേശുവിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുമാറാണമേ. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താൽ പ്രിയ സഹോദരങ്ങളെ, കോവിഡിൻ്റെ കെടുതി ശമിച്ചു എന്ന് നാം കരുതി മുൻപോട്ട് പോകുമ്പോൾ അനുദിനം TPR വർദ്ധിക്കുന്നതായിട്ടാണ് നാം കേൾക്കുന്നത്. അതിൻ്റെ വ്യാപനം പരിപൂർണമായിട്ട് തടയുവാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് നാം ആയിരിക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൽ അതിനെ പിടിച്ചു നിർത്തുവാൻ കഴിയാത്ത സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത്. ഇതിനെ പിടിച്ചു നിർത്തുവാൻ മുൻപ് എത്രയോ പ്രാവശ്യം പറഞ്ഞിരിക്കുന്നത് പോലെ വീണ്ടും ആവർത്തിക്കുന്നു. ഒരു ആത്മീയമായ ഇടപെടൽ കൊണ്ട് മാത്രമേ ഇതിനെ നിയന്ത്രിക്കുവാനും പിടിച്ചു നിർത്തുവാനും കഴിയുകയുള്ളൂ. പലപ്പോഴും നമ്മുടേതായിട്ടുള്ള ബുദ്ധിപരമായിട്ടുള്ള പ്രവൃത്തികൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ഈ മഹാകെടുതിയെ പിടിച്ചു നിർത്താമെന്നാണ് അനേകർ ധരിച്ചിരിക്കുന്നത്. എന്നാൽ അങ്ങനെയൊന്നും സാധ്യമാകാതെ ഇനി അടുത്ത സ്ഥിതിവിശേഷം എന്താണ് എന്ന് ഭയന്നുകൊണ്ടാണ് ഇന്ന് അനേകർ മുൻപോട്ട് പോകുന്നത്. കോവിഡിൻ്റെ മൂന്നാം തരംഗം അത് ഭയാനകമായിരിക്കുമെന്നും അത് സർവനാശത്തെ വിതറുന്നതാണെന്നുമൊക്കെയും നാം കേൾക്കുന്നുണ്ട്. ആ മൂന്നാം തരംഗം ഒഴിവാക്കുവാൻ തക്കതിനൊന്നും അത്യുന്നതനായ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് ഇനിയും ഒരു തരംഗം കൂടി ഉണ്ടാകുവാനിടയാകാതെ വണ്ണം കർത്താവ് പ്രവർത്തിക്കുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇതിൻ്റെ വ്യാപനം കുറയ്ക്കുന്നതിനായിട്ട് പ്രാർത്ഥിക്കാം. പലപ്പോഴും ലോക്ക്ഡൗൺ മുതലായ കർശനമായ നടപടികൾ സ്വീകരിച്ചിട്ടും രോഗത്തെ നിയന്ത്രിക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് അത് നാം മുൻപോട്ട് പോകുന്നത്. ഈ സാഹചര്യത്തിൽ നമുക്ക് ചെയ്യുവാൻ കഴിയുന്നത് ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. പ്രാർത്ഥനയുടേതായിട്ടുള്ള ആ വലിയ വേലിയേറ്റം ഉണ്ടാകുവാൻ തക്കൊണ്ടുമുള്ള സാഹചര്യങ്ങൾ ഇന്നും നമ്മുടെ നാട്ടിലില്ല എന്നുള്ളതൊരു ദുഃഖസത്യമാണ്. പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുടേതായിട്ടുള്ള അംഗസംഖ്യ പരിമിതപ്പെടുത്തിയിരിക്കുന്നു. നിയന്ത്രണങ്ങളേറെ ഉണ്ട്. എന്നാൽ ആ നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ കൂടുതൽ പ്രാർത്ഥിക്കുവാനും കൂടുതൽ ദൈവസന്നിധി നിലവിളിക്കുവാനും തക്കവണ്ണമുള്ള സാഹചര്യങ്ങളും സൗകര്യങ്ങളും ക്രൈസ്തവ സഭകളും സമൂഹങ്ങളും ഒരുക്കുവാൻ തക്കതിനോണം മുൻപോട്ട് വരേണ്ടിയിരിക്കുന്നു. ആയിരിക്കുന്ന സാഹചര്യങ്ങൾ നിന്നുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നിലവിളിച്ചുകൊണ്ട് ഈ മൂന്നാം തരംഗത്തെ ഒഴിവാക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. മൂന്നാം തരംഗം കേരളത്തിൽ മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ മാത്രമല്ല, ലോകത്തെമ്പാടും ഭയാനകമായിട്ടുള്ള ഒരവസ്ഥ സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് കർത്താവ് തന്നെ അതിന് പ്രതിവിധി കാണുവാനായിട്ട്, പ്രതിരോധമായി കടന്നു വരുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ കോവിഡിൻ്റേതായിട്ടുള്ള ആ രോഗം വന്ന ശേഷം അതിൻ്റേതായിട്ടുള്ള പാർശ്വഫലങ്ങൾ പല രീതിയിലും പലരെയും അലട്ടുന്നുണ്ട്. അത് വന്നുപോയി കഴിയുമ്പോൾ മറ്റ് പല രോഗങ്ങളും സംജാതമാകുന്നുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കോവിഡ് രോഗികളെപ്പോലെ തന്നെ അത് രോഗമുക്തി നേടിയ സഹോദരങ്ങളിലേക്കും നമ്മുടെ ശ്രദ്ധ
ആകർഷിക്കുവാൻ തക്കവണ്ണം മുഖാന്തരമൊരുക്കണം. കോവിഡ് നെഗറ്റീവ് ആയതുകൊണ്ട് സമ്പൂർണ്ണമായിട്ട് സൗഖ്യമായെന്ന് പറയുവാൻ കഴിയുന്ന ഒരവസ്ഥയിലല്ല കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. വാക്സിൻസ് വളരെയധികം സഹായകരമാകും എന്ന് പറയുമ്പോൾ തന്നെ ആ വാക്സിൻസ് എടുത്തവർക്ക് രോഗം വന്ന സാഹചര്യങ്ങൾ അത് വളരെയാണ്. വ്യക്തിപരമായിട്ട് എനിക്ക് അറിയാവുന്ന 2-3 പേർക്ക് ഇതുപോലെ തന്നെ വാക്സിൻ എടുത്ത ശേഷം 1-2 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ രോഗബാധയുണ്ടായി. അപ്പോൾ ഇതിനൊക്കെ കാണിക്കുന്ന ഒരു കാര്യം, നമുക്ക് ഒരു സുരക്ഷിതത്വം ഇതൊന്നും നൽകുന്നില്ല എന്നുള്ളതാണ്. ദൈവമാണ് തൻ്റെ ജനത്തെ സുരക്ഷിതമായി പരിപാലിക്കുന്നത്. ഏത് മഹാമാരിയുടെ നടുവിലും, ഏത് പ്രതിസന്ധിയുടെ നടുവിലും, ഏത് കൊടുങ്കാറ്റിൻ്റെ നടുവിലും, ഏത് പേമാരിയുടെ നടുവിലും നമ്മുടെ ദൈവമാണ് നമ്മെ അത്യത്ഭുതകരമായിട്ട് കരം പിടിച്ച് നടത്തുന്നത്. പക്ഷേ ദൈവത്തിൽ സമ്പൂർണ്ണമായിട്ട് ആശ്രയിച്ചുകൊണ്ട് ദൈവത്തെ മാത്രം ശരണമാക്കിക്കൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ മാത്രമാണ് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിക്കുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ രാത്രിയിൽ ദൈവത്തോട് നമ്മോട് കരുണ ചെയ്യുവാൻ തക്കവണ്ണം സഹായിക്കാനായിട്ട് പ്രാർത്ഥിക്കാം. ഇവിടെ ഇപ്പോൾ കോവിഡ് വൈറസ് മാത്രമല്ല, സിക്ക വൈറസ് എന്ന് പറയുന്ന മറ്റൊരു വകഭേദം, അത് മറ്റൊരു വൈറസ് അനേകരിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. പല കേസ് തിരുവനന്തപുരത്തും മറ്റും കണ്ടു കഴിഞ്ഞു. അങ്ങനെ ഓരോരോ പുതിയ രീതികളിലുള്ള വൈറസുകൾ, അങ്ങനെ ഇതുവരെയും കേട്ടിട്ടില്ലാത്ത പല രോഗങ്ങൾ, ഇതൊക്കെയും വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കർത്താവ് നമ്മെ കാത്തു സൂക്ഷിക്കുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ബ്ലാക്ക് ഫംഗസ് മറ്റൊരു രൂപമാണ്. ഇങ്ങനെ അനേകമായ കാര്യങ്ങളാൽ ഇന്ന് നാം വളരെയധികം ക്ലേശിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നടുവിൽ കർത്താവ് നമുക്ക് സൗഖ്യം നൽകുവാനും സുരക്ഷിതമായി നമ്മളെ പരിപാലിക്കുവാനും സഹായിക്കുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം. നിന്മാറിൽ ചാരുവാൻ, നിന്മാറിൽ ചാരുവാൻ, നിന്മാറിൽ ചാരുവാൻ വന്നിടുന്നേ, നിന്മാറിൽ ചാരുവാൻ, നിന്മാറിൽ ചാരുവാൻ, നിന്മാറിൽ ചാരുവാൻ വന്നിടുന്നേ, ഇമ്മാനുവേലാം നിൻ, ഇമ്മാനുവേലാം നിൻ മാറോടണയ്ക്കണമേ, ഇമ്മാനുവേലാം നിൻ, ഇമ്മാനുവേലാം നിൻ മാറോടണയ്ക്കണമേ. ആശാഹീനരായി, ആശാവിഹീനരായി, ആസുരചിത്തരായി വന്നിടുന്നേ, ആലംബഹീനരായി, ആശാവിഹീനരായി, ആകുലചിത്തരായി വന്നിടുന്നേ, നിൻമുഖം കാണുവാൻ, നിൻചാരെ ചേരുവാൻ ഏഴകൾ വന്നിടുന്നേ, നിൻമുഖം കാണുവാൻ, നിൻചാരെ ചേരുവാൻ ഏഴകൾ വന്നിടുന്നേ, നിന്മാറിൽ ചാരുവാൻ, നിന്മാറിൽ ചാരുവാൻ, നിന്മാറിൽ ചാരുവാൻ വന്നിടുന്നേ, ഇമ്മാനുവേലാം നിൻ, ഇമ്മാനുവേലാം നിൻ മാറോടണയ്ക്കണമേ, ഇമ്മാനുവേലാം നിൻ, ഇമ്മാനുവേലാം നിൻ മാറോടണയ്ക്കണമേ. ആശങ്ക നീക്കുവാൻ, ആശ്വാസം നേടുവാൻ, ആശിഷം തേടി വന്നിടുന്നേ, ആശങ്ക നീക്കുവാൻ, ആശ്വാസം നേടുവാൻ, ആശിഷം തേടി വന്നിടുന്നേ, പൊൻകരം നീട്ടി നിൻ പൊന്മാരിൽ ചേർക്കണേ,
കണ്ണീർ തുടയ്ക്കണമേ. പൊൻകരം നീട്ടി നിൻ പൊന്മാറിൽ ചേർക്കണേ. കണ്ണീർ തുടയ്ക്കണമേ. നിന്മാറിൽ ചാരുവാൻ, നിന്മാറിൽ ചാരുവാൻ, നിന്മാറിൽ ചാരുവാൻ വന്നിടുന്നേ. ഇമ്മാനുവേലാം നിൻ, ഇമ്മാനുവേലാം നിൻ മാറോടണയ്ക്കണമേ. ഇമ്മാനുവേലാം നിൻ, ഇമ്മാനുവേലാം നിൻ മാറോടണയ്ക്കണമേ. സ്തോത്രം, സ്തോത്രം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്വപിതാവാം ദൈവമേ, അവിടുത്തെ പാദപീഠത്തിലേക്ക് അടിയങ്ങൾ കടന്നു വന്നിരിക്കുന്നു. ഈ രാത്രി ശുശ്രൂഷ അവിടുത്തെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ വഴി നടത്തണമേ, അനുഗ്രഹിക്കണമേ. കർത്താവെ, കോവിഡിൻ്റേതായിട്ടുള്ള ഭയാനകമായ ആക്രമണ നിമിത്തം ലോകത്തിൻ്റെ നാനാ രാജ്യങ്ങളിൽ കഷ്ടത്തിലും നഷ്ടത്തിലുമായിരിക്കുന്ന 10,000-കണക്കിന് സഹോദരങ്ങളെ അവിടുത്തെ കരങ്ങളിലേക്ക് ഉയർത്തുകയാണ്. സൗഖ്യമാക്കുന്ന ഞങ്ങളുടെ തൃക്കര അവരുടെ മേൽ വെക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ലക്ഷങ്ങൾ ഈ രോഗനിമിത്തം ഈ ലോകത്തോട് യാത്ര പറഞ്ഞിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ കർത്താവ് തന്നെ ഇടപെടണമെന്ന് അവിടുത്തെ സ്നേഹത്തോടെ ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതുമാത്രമല്ല, കർത്താവ് ഒരു 3-ാം തരംഗം വരുന്നുണ്ടെന്ന് ശാസ്ത്രജ്ഞന്മാർ ഭയപ്പെടുന്നു. അതിനെ ഒഴിവാക്കുവാൻ കർത്താവിന് മാത്രമേ കഴിയുകയുള്ളൂ. ആ 3-ാം തരംഗത്തിൽ നിന്ന് കർത്താവെ, മാനവ സമൂഹത്തെ അങ്ങ് രക്ഷിക്കണമെന്ന് അവിടുത്തെ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു. കുറവുകൾ ക്ഷമിക്കണമേ കർത്താവെ, കുറ്റങ്ങൾ പൊറുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ നാമം മഹത്വപ്പെടുവാൻ തക്കതിനോണം കർത്താവെ, അങ്ങ് തന്നെ ആ 3-ാം തരംഗത്തെ സമ്പൂർണ്ണമായിട്ട് നിർമ്മാർജ്ജനം ചെയ്യണമെന്ന് അവിടുത്തെ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ രാത്രി ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. അവരെ, അവരുടെ കുടുംബങ്ങളെ നീ കാത്ത് സൂക്ഷിക്കണം. തിരുനാമ മഹത്വത്തിനായിട്ട് അവരെ ഉപയോഗിക്കണമെന്ന് അവിടുത്തെ സ്നേഹത്തോടെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അടിനെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങ് ഏഴേലും ഏഴാങ്ങേലെ കൊണ്ട് സൂക്ഷ്മമായിപ്പാൻ സഹായിക്കണമേ. കർത്താവെ, കോവിഡ് നിമിത്തം കഷ്ടപ്പെടുന്ന നഷ്ടപ്പെടുന്ന എല്ലാ സഹോദരങ്ങളെ ഓർക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ അവരെ ഓർക്കണമേ, ആശ്വസിപ്പിക്കണമേ, വിടുവിക്കണമേ. തിരുനാമം അവരുടെ മഹത്വപ്പെടുവാൻ തക്കവണ്ണം കർത്താവെ, പ്രത്യാശയോടെ മുന്നേറുവാൻ സഹായിക്കണമേ. സർവത്തിലും സകലത്തിലും അങ്ങയുടെ നാമം മഹത്വപ്പെടുവാൻ കൃപയാൽ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശുനാഥിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുമാറാണമേ. ആമേൻ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, മനുഷ്യ ജീവിതത്തിൻ്റെ ഗതിയെ അത്യന്തം സ്വാധീനിക്കുന്ന 2 ഘടകങ്ങൾ നാം പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. ആ ഘടകങ്ങൾ മനുഷ്യ ശബ്ദത്തിൽ നിന്ന് ഉരുവാകുന്നതാണ്. അനുഗ്രഹങ്ങളും ശാപങ്ങളും. മനുഷ്യൻ്റെ ജീവിതഗതിയെയും അവൻ്റെ ഭാവിയെയും ബാധിക്കുന്ന ഈ 2 ഘടകങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് ആരംഭിച്ചത് ഏദൻ തോട്ടത്തിലാണ്. അത്യുന്നതനായ ദൈവമാണ് ആദ്യമായി അനുഗ്രഹങ്ങൾ നൽകിയത്. ആദ്യമായി ശപിക്കുന്നതും സർവശക്തനായ ദൈവമാണ്. നാം മനസ്സിലാക്കുമ്പോൾ ശാപങ്ങളും അനുഗ്രഹങ്ങളും ശബ്ദത്തിലൂടെ പുറത്തു വരുന്നതാണ്. എന്നാൽ ശബ്ദങ്ങൾക്ക്, മനുഷ്യൻ പുറപ്പെടുവിക്കുന്ന ഭാഷണങ്ങൾക്ക് വലിയ പ്രാധാന്യമാണുള്ളത്. നമുക്കറിയാം, സർവശക്തനായ ദൈവം ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചത് തൻ്റെ ശബ്ദത്താലാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും, വെളിച്ചമുണ്ടാകട്ടെ, വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. വെളിച്ചമുണ്ടായി. Then God said, let there be light. Let there be light. And there was light. There was light. So you know, the voices are very important in this world. And we find the Almighty God commanding the light to be created. Let there be light. It's the first time a voice is heard in the world, in the universe. So, what I was talking about was that 2 factors that have great importance or great effect
in judging the quality of human life is number 1, blessings, and number 2, curses. Blessings and curses play a pivotal role in the destiny of human being. And we find that the Almighty God who had pronounced a blessing for the first time in the universe. And also, it was the Almighty God who had cursed or made a cursing in the world for the first time. So, we understand how important is blessings and cursings in the walk of life. I told you that it was Almighty God who had blessed or who had pronounced a blessing for the first time. And when we read that in Genesis chapter 1 verse 28, Then God blessed them, then God blessed them, and God said to them, and God said to them, Be fruitful be fruitful and multiply, and multiply, fill the earth fill the earth and subdue it, and subdue it, have dominion over the fish of the sea, have dominion over the fish of the sea, over the birds of the air, over the birds of the air, and over every living thing and over every living thing that moves on the earth. that moves on the earth. ദൈവം അവരെ അനുഗ്രഹിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താന സമൃദ്ധിയുള്ളവരായി വർദ്ധിച്ച് നിങ്ങൾ സന്താന സമൃദ്ധിയുള്ളവരായി വർദ്ധിച്ച് പെരുകി പെരുകി ഭൂമിയെ അധീനമാക്കുവിൻ. ഭൂമിയെ അധീനമാക്കുവിൻ. സമുദ്രത്തിലെ മത്സ്യങ്ങളുടെ മേലും സമുദ്രത്തിലെ മത്സ്യങ്ങളുടെ മേലും ആകാശത്തിലെ പർവ്വജാതികളുടെ മേലും ആകാശത്തിലെ പർവ്വജാതികളുടെ മേലും ഭൂമിയിൽ ചരിക്കുന്ന എല്ലാ ജീവജാലങ്ങളുടെ മേലും എല്ലാ ജീവജാലങ്ങളുടെ മേലും വാഴുവിൻ എന്ന് ദൈവം അവരോട് കൽപ്പിച്ചു. ആദാമിനെയും ഹവ്വയും സൃഷ്ടിച്ച ശേഷം ദൈവം അനുഗ്രഹിക്കുകയാണ്. പ്രപഞ്ചത്തിൽ മുഴങ്ങിക്കേട്ട ആദ്യത്തെ അനുഗ്രഹം അത് താൻ സൃഷ്ടിച്ച മനുഷ്യരുടെ മേൽ ദൈവം ചൊരിയുകയാണ്. അപ്പോൾ അവരെ സൃഷ്ടിച്ച ശേഷം അവരുടെ മേൽ അനുഗ്രഹങ്ങൾ പകർന്ന് ഏദൻ തോട്ടത്തിലാക്കി. എന്നാൽ അത് കഴിഞ്ഞ് മുൻപോട്ട് പോകുമ്പോൾ ദൈവം തന്നെ ആദ്യത്തെ ശാപവും ശബ്ദിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നാം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 14-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും, യഹോവയായ ദൈവം പാമ്പിനോട് കൽപ്പിച്ചു, നീ ഇത് ചെയ്തതുകൊണ്ട് എല്ലാ കന്നുകാലികളെക്കാളും കാട്ടുമൃഗങ്ങളെക്കാളും നീ ശപിക്കപ്പെട്ടിരിക്കുന്നു. നീ ഉരസുകൊണ്ട് ഇഴഞ്ഞ് സഞ്ചരിക്കും. നിന്റെ ജീവിതകാലം മുഴുവൻ നീ പൊടി തിന്നും. അത് ശപിക്കുകയാണ്. ആദ്യത്തെ ശാപം പ്രപഞ്ചത്തിൽ മുഴങ്ങി കേൾക്കുകയാണ്. Yeah, could you read that? So the Lord God said to the serpent, because you have done this, you are cursed more than all cattle, and more than every beast of the field. On your belly you shall go, and you shall eat dust, all the days of your life. We find God pronouncing the first curse. It is on Satan or the serpent, because he had deceived Adam and Eve. And we find the second curse, that's again indirectly in 3:16. To the woman he said, and the woman he said, I will greatly multiply your sorrow and your conception. In pain you shall bring forth children. Your desire shall be for your husband, and he shall rule over you. ദൈവം സ്ത്രീയോട് ഞാൻ നിന്റെ ഗർഭകാല പീഡകൾ
ഞാൻ നിന്റെ ഗർഭകാല പീഡകൾ ഏറ്റവും വർദ്ധിപ്പിക്കും. നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും. അവൻ നിന്നെ ഭരിക്കും എന്ന് കൽപ്പിച്ചു. അവളും ശാപത്തിന് അധീനയാകുകയാണ്. ആദാമിനെയും അതുപോലെ തന്നെ നാം 17-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെതായിട്ടുള്ള ശാപത്തിന്റെ ഛായ അവന്റെ മേലും വീഴുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. അവൻ ആദാമിനോട് കൽപ്പിച്ചു, നീ നിന്റെ ഭാര്യയുടെ വാക്കനുസരിക്കുകയും ഭക്ഷിക്കരുതെന്ന ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം ഭക്ഷിക്കുകയും ചെയ്തതുകൊണ്ട് നീ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് ഉപജീവനം കഴിക്കും. അപ്പോൾ നാം ഇവിടെ അനുഗ്രഹവും ശാപവും ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. അനുഗ്രഹങ്ങളെക്കുറിച്ച് 600-ലധികം പ്രാവശ്യം തിരുവചനത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ശാപത്തെക്കുറിച്ച് 300-ലധികം പ്രാവശ്യം പ്രതിപാദിക്കുന്നുണ്ട്. ഈ അനുഗ്രഹങ്ങളും ശാപങ്ങളും മനുഷ്യ ശബ്ദത്തിലൂടെയാണ് പുറത്തു വരുന്നത്. ഇവ എഴുതിയിട്ട് ഉള്ള എഴുത്തുകളിലൂടെ അല്ല. അതിലൂടെയും ശാപത്തിന് പ്രവർത്തിക്കാൻ കഴിയും, അനുഗ്രഹങ്ങൾ പ്രവർത്തിക്കാൻ കഴിയും, വളരെ തുച്ഛമായ രീതിയിൽ മാത്രം. എന്നാൽ അത് ഏറ്റവും അധികം പ്രാവർത്തികമാകുന്നത് മനുഷ്യൻ്റെ ശബ്ദത്തിലൂടെയാണ്. പലപ്പോഴും നാം പ്രതീക്ഷിക്കാതെയാണ് നമ്മുടെ പ്രവർത്തികൾ അനുഗ്രഹങ്ങളും ശാപങ്ങളും സമ്പാദിക്കുന്നത്. സദൃശവാക്യങ്ങൾ 18-ാം അധ്യായം 21-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും, മരണവും ജീവനും നാവിന്റെ അധികാരത്തിലുണ്ട്. അതിനെ സ്നേഹിക്കുന്നവൻ അതിന്റെ ഫലം ഭക്ഷിക്കും. Death and life are in the power of the tongue. And those who love it will eat its fruit. So very clearly Solomon says, death and life, blessings and curses are in the power of the tongue. So many a time we don't realize or recognize what our words can bring about. We find so many in the Bible who have been blessed and so many are cursed by their doings. Now, Jesus Christ himself came into the world and he became a curse for mankind to save them. യേശുക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വന്നു, മാനവരാശിയെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് അവൻ ശാപമായി തീർന്നു. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ അത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനാകുന്നു എന്നെഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്ന് ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തു. Christ has redeemed us from the curse of the law, having become a curse for us. For it is written, cursed is everyone who hangs on a tree. മരത്തിന്മേൽ തൂക്കുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനാണെന്ന് അതെ കർത്താവ് ക്രൂശുമരത്തിൽ കയറുന്നതിന് മുൻപ് 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് ആവർത്തന പുസ്തകം 21-ാം അധ്യായം 22-ാം 23-ാം വാക്യങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രതിപാദിച്ചിട്ടുണ്ട്. ഒരുവൻ മരണയോഗ്യമായ ഒരു പാപം ചെയ്തിട്ട് അവനെ കൊന്ന് ഒരു മരത്തിൽ തൂക്കിയാൽ അവന്റെ ശവം മരത്തിന്മേൽ രാത്രി മുഴുവനും കിടക്കരുത്. അന്ന് തന്നെ അത് സംസ്കരിക്കണം. എന്തെന്നാൽ തൂക്കിക്കൊല്ലപ്പെടുന്നവൻ ദൈവത്താൽ ശപിക്കപ്പെട്ടവനാകും. നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശം നീ അശുദ്ധമാക്കരുത്. അപ്പോൾ മരത്തിന്മേൽ തൂക്കപ്പെടുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനാകും. അങ്ങനെ ശാപത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അത് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്.
ഇപ്രകാരമുള്ള ശാപം എന്ന് പറയുന്നത് അത് ചില മാസങ്ങളോ ചില വർഷങ്ങളോ മാത്രം നിൽക്കുന്നതല്ല. അത് ഒരു തലമുറ മാത്രം നിൽക്കുന്നതല്ല. ശാപങ്ങൾ തലമുറയായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. The most important aspect of curses are they carried on by generations. It won't stop within a few years, or it wouldn't stop with one generation. Unless those curses are removed, it will go on for generations and generations. That is a very important aspect of cursings and also blessings. Now, if you could read St. Matthew chapter 1 verse 5, there we find ശൽമോന് രാഹാബിൽ ബോവസ് ജനിച്ചു. ബോവസിന് രൂത്തിൽ ഒബേദ് ജനിച്ചു. Yes. Salmon begot Boaz by Rahab. Boaz begot Obed by Ruth. And here what we find is that Ruth was from Moab. She was a woman from Moab. She was from a cursed nation, Moab. God had cursed Moab. And we find this woman coming into the genealogy of Jesus Christ. കർത്താവിൻ്റെ വംശാവലിയിലേക്ക് ഒരു മോവാബ്യ സ്ത്രീ കടന്നു വരികയാണ്. മോവാബ്യര് ശപിക്കപ്പെട്ടവരാണ്. ആ ശാപമെന്ന് പറയുന്നത് അത്യുന്നതനായ ദൈവം നൽകിയ ശാപമാണ്. ആവർത്തന പുസ്തകം 23 അധ്യായത്തിലെ 3 വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും. Deuteronomy chapter 23 verse 3. ഒരു അമോന്യനോ മോവാബ്യനോ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. അവരുടെ 10ാം തലമുറ പോലും ഒരു നാളും യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. An Ammonite or Moabite shall not enter the assembly of the Lord. Even to the 10th generation. None of his descendants. Shall enter the assembly. Of the Lord forever. For the Lord forever. So, person from the Ammonite tribe or the Moab tribe can never come into the assembly of the people of God. That means the Jews. For 10 generations. And even after that, they are never allowed to come into the assembly of God's people. That was a curse that was on Moab. And we find here that a woman from this Moab tribe walks into the genealogy of Jesus Christ. അപ്പോൾ ഒരു മോവാബ്യനെയോ അമോന്യനെയോ ദൈവജനത്തിൻ്റെ സഭയിലേക്ക് ഒരിക്കലും അവർ സ്വീകരിച്ചിരുന്നില്ല. തലമുറയായിട്ട് അവർ അനുഷ്ഠിച്ചു പോകുന്ന കാര്യമാണത്. ഇസ്രായേൽ മക്കൾ ബാബിലോണിയൻ പ്രവാസം കഴിഞ്ഞ് യെരൂശലേമിലേക്ക് മടങ്ങി വന്ന് അവിടെ വീണ്ടും താമസം ആരംഭിക്കുമ്പോൾ നെഹമ്യാവ് അവരെ എല്ലാം വിളിച്ചു കൂട്ടിയിട്ട് വീണ്ടും ആരാധന പുനഃസ്ഥാപിക്കുകയും അവിടെ ആ സമൂഹത്തിൽ നവീകരണങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ വളരെ വ്യക്തമായിട്ട് ഇത് വ്യക്തമാക്കുന്നു. നെഹമ്യാവിൻ്റെ പുസ്തകം 13 അധ്യായം 1 വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും. On that day, they read from the book of Moses. In the hearing of the people. And in it was found written that no Ammonite or Moabite should ever come into the assembly of God. Because they had not met the children of Israel with bread and water, but hired
hired Balaam against them to curse them. However, our God turned the curse into a blessing. അന്ന് ജനം കേൾക്കെ മോശയുടെ പുസ്തകം വായിച്ചു അമ്മോന്യരും മോവാബ്യരും ദൈവത്തിന്റെ സഭയിൽ ഒരു നാളും പ്രവേശിക്കരുത് എന്ന് അതിൽ എഴുതിയിരിക്കുന്നത് കണ്ടു എന്തെന്നാൽ അവർ അപ്പവും വെള്ളവും കൊണ്ട് ഇസ്രായേൽ മക്കളെ എതിരേറ്റു വരാതെ അവരെ ശപിക്കേണ്ടതിന് അവർക്കെതിരായി ബിലയാമിനെ കൂലിക്ക് വിളിച്ചു എങ്കിലും നമ്മുടെ ദൈവം ആ ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റി. ഇവിടെ എന്തുകൊണ്ടാണ് മോവാബ്യരെ ശപിക്കപ്പെട്ടവരായി തീർന്നതെന്ന് നെഹമ്യാവ് വ്യക്തമാക്കുകയാണ്. ഇസ്രായേൽ മക്കൾ കനാനിലേക്കുള്ള യാത്രയിൽ മോവാബ്യ ദേശത്തൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ മോവാബ്യ രാജാവായ ബാലാക്ക് ഇസ്രായേൽ മക്കളെ ദൈവം ശപിക്കുവാൻ തക്കതിരുവണ്ണം പ്രവാചകനായ ബിലയാമിനെ വിളിക്കുകയാണ്. ഇത് ദൈവത്തിൻ്റെ ജനമാണെന്ന് ബാലാക്കിനറിയാം. യാതൊന്നുകൊണ്ടും അവരെ തോൽപ്പിക്കുവാൻ കഴിയുകയില്ലെന്നും അവനറിയാം. തോൽപ്പിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു മാർഗം ദൈവത്തിൻ്റെ കോപം ആ ജനത്തിൻ്റെ മേൽ വരുത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് ബാലാക്ക് ബിലയാമിനെ വിളിച്ച് കാര്യം പറഞ്ഞു. ബിലയാം പ്രവാചകനാണ്. അവനതാദ്യമേ വിസമ്മതിച്ചു. അതെ, ദൈവജനത്തിന് എതിരായിട്ട് പറയുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞുവെങ്കിലും ബാലാം അവന് നിറയെ പണം കൊടുത്തപ്പോൾ ആ കൈക്കൂലിയിൽ അവൻ വീണു. എന്നിട്ട് ഇസ്രായേൽ മക്കളെ ശപിക്കുവാൻ തക്കതിന് വണ്ണം ബാലാമിനോടൊപ്പം പോയി. പക്ഷേ ബിലയാം എന്ന പ്രവാചകൻ ശപിക്കുവാനായിട്ട് വായ് തുറന്നപ്പോൾ അവൻ്റെ വായിൽ നിന്ന് വന്നതെല്ലാം ഇസ്രായേൽ മക്കൾക്ക് വേണ്ടിയുള്ള അനുഗ്രഹങ്ങളാണ്. ഒരു ദിക്കിൽ നിന്ന് മറ്റൊരു ദിക്കിലേക്ക് പോയി, അവിടെയും അതുതന്നെയാണ്. അപ്പോൾ അവസാനം ബാലാം അവനോട് പറഞ്ഞു, ഞാൻ നിനക്ക് ഇത്രമാത്രം പണം തന്ന് നിന്നെ ഇസ്രായേൽ മക്കളെ ശപിക്കുവാൻ കൂട്ടിക്കൊണ്ട് വന്നിട്ട് നീ അവരെ അനുഗ്രഹിക്കുകയാണ്. അപ്പോൾ ബിലയാം പറഞ്ഞു, ദൈവം എൻ്റെ വായിൽ തരുന്നതല്ലാതെ എനിക്കൊന്നും പറയുവാൻ കഴിയുകയില്ലല്ലോ. പിന്നെ എന്താണ് ഒരു വഴി? ഇസ്രായേൽ മക്കളുടെ മേൽ അത്യുന്നതനായ ദൈവത്തിൻ്റെ കോപം ജ്വലിക്കണമെങ്കിൽ അതിനൊരു വഴി ഉണ്ടാകണം. ബിലയാം അതിനൊരു ദുരുപായം പറഞ്ഞു കൊടുക്കുകയാണ്. അതെ, മോവാബ്യ സ്ത്രീകളെ ഇസ്രായേൽ പാളയത്തിലേക്ക് വിട്ടിട്ട് അവിടെയുള്ള പുരുഷന്മാരെ ആകർഷിച്ച് അവരുമായിട്ട് പാപം ചെയ്ത് ദൈവത്തിൻ്റെ കോപം അവരുടെ മേൽ വരുത്തുവാൻ കഴിയും. അങ്ങനെ ബാലാക്ക് ചെയ്തു. സുന്ദരികളായ മോവാബ്യ സ്ത്രീകളെ ഇസ്രായേൽ പാളയത്തിലേക്ക് അയച്ചു. അവിടെ അവർ ഇസ്രായേൽ മക്കളെ പുരുഷന്മാരെ ആകർഷിച്ച് അവർ അനേകർ പാപം ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ കോപം അവരുടെ മേൽ ജ്വലിച്ചു. ദൈവം അവരെ സംഹരിക്കുകയാണ്. അതിന് കാരണക്കാരായത് ഈ മോവാബ്യരാണ്. അപ്പോൾ അവർ ശപിക്കുവാൻ കൊണ്ടുവന്ന പ്രവാചകൻ അവർ ശപിക്കുവാൻ ഉപയോഗിച്ച മാർഗം ശാപമായിട്ട് അവരുടെ മേൽ ദൈവം അവിടെ വെച്ച് പ്രഖ്യാപിക്കുകയാണ്. മോശയുടെ പുസ്തകത്തിൽ എഴുതി വെച്ചു, 10 തലമുറ അവർക്ക് ദൈവജനത്തിൻ്റെ സഭയിൽ പ്രവേശിക്കുവാൻ കഴിയുകയില്ല. അത് കഴിഞ്ഞിട്ടും സാധ്യമല്ല. ഒരിക്കലും മോവാബിന് ഇസ്രായേലിൻ്റെ സഭയിൽ പ്രവേശിക്കുവാൻ സാധ്യമല്ല എന്ന് യഹോവയാം ദൈവം പ്രഖ്യാപിക്കുകയാണ്. വി ഫൈൻഡ് why they were not allowed to come to the congregation of the children of Israel. It was because they had tried their best to destroy the children of Israel by kindling the anger of God on them. And they tried first to bribe the prophet, and when that failed, they enlist the young men of Israel by sending their beautiful maids and enabling them or provoking them to sin, and we find God punishing the children of Israel. So God had his vengeance, and he said, forever the Moabites can never enter into the congregation of the children of God. So that is the background. Now, we find that in spite of this,
a Moabitess or a woman from Moab coming into the genealogy of Jesus Christ. വളരെ വ്യക്തമായിട്ട് നാം ഇവിടെ കാണുകയാണ്. ഇപ്രകാരം ഒരു ശാപം നിലനിൽക്കുന്നുണ്ട്. മോവാബിനെതിരെ ദൈവത്തിന് ഒരു വ്യവഹാരമുണ്ട്. God has got a case against Moab. So, he has a vengeance against Moab. He has no compassion on Moab. And it is in such a situation that a woman from Moab walks into the genealogy of Jesus Christ. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ആണ് കർത്താവിൻ്റെ വംശാവലിയിലേക്ക് ഒരു മോവാബ്യ സ്ത്രീ നടന്നു കയറുന്നത്. ഇതൊരു വിരോധാഭാസമായിട്ട് നമുക്ക് തോന്നാം. കർത്താവിൻ്റെ വംശാവലിയിലേക്ക് അതേ വേശ്യാസ്ത്രീ കടന്നു വന്നിട്ടുണ്ട്. കർത്താവ് മാനവരക്ഷകനായി ഭൂമിയിലേക്ക് വരുമ്പോൾ സർവരെയും ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം, സ്നേഹിക്കുവാൻ തക്കവണ്ണം, രക്ഷിക്കുവാൻ തക്കവണ്ണം അതെ അവൻ ആ ശാപമെല്ലാം സ്വയം വഹിക്കുകയാണ്. മരത്തിന്മേൽ തൂക്കപ്പെട്ടവനെല്ലാം ശപിക്കപ്പെട്ടവനാണ്. ഇവിടെ ഒരുപക്ഷെ ആ വലിയ സത്യം പ്രതിഫലനം ചെയ്യുവാനായിരിക്കാം ഈ മോവാബ്യ സ്ത്രീക്ക് യേശു ക്രിസ്തുവിൻ്റെ വംശാവലിയിലേക്ക് വരുവാനുള്ള അവസരമുണ്ടായത്. അതെങ്ങനെയാണ് സാധ്യമായത്? നാം റൂത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും. If you could read the book of Ruth, chapter 1 verse 2. അവനെ എലിമേലെക്ക് എന്നും ഭാര്യയ്ക്ക് നവോമി എന്നും രണ്ട് പുത്രന്മാർക്ക് മഹ്ലോൻ എന്നും കില്യോൻ എന്നും പേരായിരുന്നു. അവർ യഹൂദായിലെ ബേത്ലഹേമിൽ നിന്നുള്ള എഫ്രാത്യരായിരുന്നു. അവർ മോവാബ് ദേശത്ത് ചെന്ന് അവിടെ താമസിച്ചു. ബേത്ലഹേമിൽ ഒരു വലിയ ക്ഷാമമുണ്ടാകുമ്പോൾ സ്വാഭാവികമായും അതിൻ്റേതായിട്ടുള്ള പ്രത്യാഘാതങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ തക്കവണ്ണം മനുഷ്യര് പലവിധമായിട്ടുള്ള ഉപാധികൾ അന്വേഷിക്കും. എന്നാൽ ദൈവത്താൽ ശപിക്കപ്പെട്ടിരിക്കുന്ന മോവാബ്യ ദേശത്തു നിന്നോ ദേശക്കാരിൽ നിന്നോ എന്തെങ്കിലും ആനുകൂല്യം പിടിച്ചു പറ്റുവാൻ ഒരിക്കലും ഒരു യഹൂദൻ ശ്രമിക്കുകയില്ല. ഇവിടെ അതിന് വിപരീതമായിട്ട് ബേത്ലഹേമിലെ എഫ്രാത്യനായ എലിമേലെക്കും ഭാര്യ നവോമിയും 2 ആൺമക്കളും കൂടി മോവാബ് ദേശത്തേക്ക് പോവുകയാണ്. വളരെ ഒറ്റപ്പെട്ട ഒരു സംഭവമാണ്. ഇവിടെ വരൾച്ചയുടെയും ക്ഷാമത്തിൻ്റെയും കെടുതിയുണ്ട്. പക്ഷേങ്കിൽ ദൈവം ശപിച്ച ഒരു ദേശത്തേക്ക്, ഒരു ദേശക്കാരിലേക്ക് ഒരിക്കലും ദൈവത്തിൻ്റെ ജനം പോവുകയില്ല. അതിന് വിപരീതമായിട്ട് ഇവർ പോവുകയാണ്. അവിടെ ചെന്ന ശേഷം അല്പം കഴിഞ്ഞപ്പോൾ എലിമേലെക്ക് മരിച്ചു. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 4-ാമത്തെ വാക്യം വായിച്ചാട്ട്, അവർ മോവാബി സ്ത്രീകളെ വിവാഹം കഴിച്ചു. അവര് കെല്യോനും മഹ്ലോനും മോവാബ്യ സ്ത്രീകളെ വിവാഹം കഴിച്ചു. ഒരുവൾക്ക് ഓർപ്പ എന്നും മറ്റവൾക്ക് റൂത്ത് എന്നും പേരായിരുന്നു. അവർ ഏകദേശം 10 വർഷം അവിടെ പാർത്തു. Now they took wives of the women of Moab. They took wives from the women of Moab. The name of one was Orpah. And the name of the other Ruth. And they dwelt there. About 10 years. And then what happened? Living was going on fine. They were happy, but there are no issues, no children. And after 10 years, we find a disaster striking them. What happened? Then both Mahlon and Kilion also died. So the woman survived her 2 sons and her husband. Yes. പിന്നെ മഹ്ലോനും കില്യോനും മരിച്ചു. 10 വർഷം കഴിഞ്ഞ് മഹ്ലോനും കില്യോനും മരിച്ചു. അങ്ങനെ ഭർത്താവും 2 പുത്രന്മാരും നഷ്ടപ്പെട്ട് ആ സ്ത്രീ മാത്രം ശേഷിച്ചു. തർഗ്ഗം എന്ന് പറയുന്ന യഹൂദ മതഗ്രന്ഥത്തില് തിരുവചനത്തിൻ്റെതായിട്ടുള്ള വ്യാഖ്യാനമാണ്. അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് ഇത് ദൈവത്തിൻ്റെ ശിക്ഷയായിരുന്നു. ദൈവത്തിൻ്റെ ജനത്തെ വിട്ട് ദൈവം ശപിച്ച
മോവാബിലേക്ക് ആ കുടുംബം പോയതിൻ്റേതായിട്ടുള്ള ദൈവത്തിൻ്റേതായിട്ടുള്ള അനിഷ്ടമാണ് ഇപ്രകാരം ഒരു വലിയ ആഘാതം നവോമിക്ക് ഉണ്ടാകുവാൻ കാരണം. ഭർത്താവും മക്കളും മരിച്ചു, കൊച്ചുമക്കളില്ല, അവശേഷിക്കുന്നത് 3 വിധവമാരാണ്. You don't find anybody else left. Husband is dead, both the sons are dead. Now all what is remaining are 3 widows and there are no grandchildren at all. So the Targum says this was an indirect punishment of the Almighty God for them forsaking their motherland and people and going to Moab. Well, as we go forward, we find in verse 11, Naomi preparing to go back to Bethlehem because a famine was over in Bethlehem. ബേത്ലഹേമിലെ ക്ഷാമമെല്ലാം തീർന്നു. അപ്പോൾ ഇവിടെ മോവാബിൽ ഇനി അവൾക്കാരുമില്ല, 2 മരുമക്കൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തിരിച്ച് ബേത്ലഹേമിലേക്ക് പോകുവാൻ അവൾ തയ്യാറെടുക്കുകയാണ്. 11-ാം വാക്യം വായിക്കുമ്പോൾ അതിനെ നവോമി പറഞ്ഞത്, എന്റെ മക്കളെ നിങ്ങൾ മടങ്ങിപ്പോയിക്കൊള്ളുവിൻ, നിങ്ങൾ മടങ്ങിപ്പോയിക്കൊള്ളുക. എന്തിന് എന്നോടുകൂടെ പോരുന്നു? നിങ്ങൾക്ക് ഭർത്താക്കന്മാരായിരിക്കുവാൻ ഇനി എന്റെ ഉദരത്തിൽ പുത്രന്മാരുണ്ടോ? അന്നത്തെ നടപ്പനുസരിച്ച് ഭർത്താക്കന്മാർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ സഹോദരങ്ങളെ ഭർത്താവായിട്ട് സ്വീകരിക്കുന്ന ഒരു നടപടിക്രമം അന്നുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഭാര്യമാർക്ക്, ഈ 2 വിധവമാർക്ക് ഭർത്താക്കന്മാരെ കൊടുക്കുവാൻ തക്കവണ്ണം നവോമിക്ക് വേറെ ആൺമക്കളില്ല. അതുകൊണ്ട് നിങ്ങൾ മടങ്ങിപ്പോയിക്കൊള്ളുക, നിങ്ങളുടെ അമ്മമാരുടെ അടുത്തേക്ക് മടങ്ങിപ്പോയിക്കൊള്ളുക എന്ന് പറയുകയാണ്. കാരണം നിങ്ങൾ യൗവനക്കാരാണ്, നിങ്ങൾക്ക് അവിടെ ഭർത്താക്കന്മാരെ ലഭിക്കുവാൻ തക്കവണ്ണം യാതൊരു തടസ്സവും ഉണ്ടാകുകയില്ല. നിങ്ങൾക്ക് ഒരു പുതിയ കുടുംബജീവിതം നയിക്കുവാൻ തക്കവണ്ണം അവിടെ മുഖാന്തരം ഒരുക്കപ്പെടും. അപ്പോൾ എന്നെ കരുതി എന്നോടൊപ്പം നിങ്ങൾ ബേത്ലഹേമിലേക്ക് വരേണ്ട കാര്യമില്ല. Yes, could you read that? But Naomi said, Turn back, my daughters. Why will you go with me? Are there still sons in my womb? That they may be your husbands. So in those times the custom was, if the husband dies, his brothers can accept the deceased brother's wife as their own wives. The custom was there like that. But here it is impossible because we find that Naomi had no other children, only 2 sons and both of them had died. So she said this to both her daughters. And we find Orpah crying aloud and parting Naomi there. If you could read verse 14. Then they lifted up their voices and wept again. And Orpah kissed her mother-in-law. But Ruth clung to her. അവർ പിന്നെയും പൊട്ടിക്കരഞ്ഞു. ഓർപ്പ അമ്മാവിയമ്മയെ ചുംബിച്ച് പിരിഞ്ഞുപോയി. രൂത്തോ അവളോട് പറ്റി നിന്നു. 2 മരുമക്കൾ. കടപ്പാടുകളുടെ മുൻപിൽ ആർക്കും ഓർപ്പയെ കുറ്റം പറയാൻ സാധ്യമല്ല. ഭർത്താവ് മരിച്ചു, ഇനി അവൾക്കും നവോമിയായിട്ടൊരു ബന്ധമില്ല. എല്ലാം കഴിഞ്ഞ കാലത്തിൻ്റെ ഓർമ്മകളും അനുഭവങ്ങളും മാത്രമാണ്. അവളുടെ ഭാവിക്ക് യഥാസ്ഥാനപ്പെടണമെങ്കിൽ അവൾക്ക് അവളുടെ പിതൃഭവനത്തിലേക്ക് മടങ്ങിപ്പോയാൽ മതിയാകുകയുള്ളൂ. ഈ നവോമിയുടെ കൂടെ തിരിച്ചു പോകുക എന്ന് പറയുമ്പോൾ അത് ഒരുപാട് പ്രയാസ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തൻ്റെ കടപ്പാടുകളോട് യാത്ര പറഞ്ഞുകൊണ്ട് അവൾ ചുംബിച്ച് പൊട്ടിക്കരഞ്ഞു പിരിയുകയാണ്. നവോമി രൂത്തിനോട് പറയുകയാണ്, 15-ാം വാക്യം വായിക്കുമ്പോൾ, അപ്പോൾ അവൾ നിന്റെ സഹോദരി തന്റെ ജനത്തിന്റെയും തന്റെ ദേവന്റെയും അടുക്കലേക്ക് മടങ്ങിപ്പോയി. നീയും നിന്റെ സഹോദരിയുടെ പിന്നാലെ പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞു. And she said, Look, your sister-in-law has gone back to her people and to her gods. Return after your sister-in-law. You see, your sister-in-law has already gone to her people, and more than that, to her God. See, Moab never believed in the Almighty God Jehovah. They had their own gods. So we find Orpah going back to her people and more to her God. And
Naomi tells her daughter Ruth, you also go back. Go back to your God. You don't have to bother about me or my God. Now what did Ruth reply? But Ruth said, entreat me not to leave you, or to turn back from following after you. For wherever you go, I will go, and wherever you lodge, I will lodge. Your people shall be my people, and your God my God. Yes. അതിന് റൂത്ത് നിന്നെ വിട്ടുപിരിയുവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്തേക്ക് ഞാനും വരും. നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എന്റെ ജനം. നിന്റെ ദൈവം എന്റെ ദൈവവും ആയിരിക്കും. അതെ, വളരെ വ്യക്തമായിട്ട് രൂത്ത് പറയുകയാണ്. മാത്രമല്ല, മരിച്ചാൽ അടക്കപ്പെടുന്ന കാര്യവും അവൾ പറയുന്നുണ്ട്. Where you die, I will die, and there will I be buried. The Lord do so to me, and more also, if anything but death parts you and me. നീ മരിക്കുന്നിടത്ത് ഞാനും മരിക്കും, അടക്കപ്പെടും. മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിയുകയില്ല. യഹോവ അതിന് തക്കവണ്ണവും അതിലധികവും എന്നോട് പകരം ചെയ്യട്ടെ എന്നവൾ പറഞ്ഞു. ഞാൻ ചെയ്യുന്നതിന് യഹോവ അതിന് തക്കവണ്ണം അതിലധികമായിട്ട് പകരം ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ ഓർത്തുകൊള്ളണം, രൂത്തിന് ഒരു ഭവനമില്ലാഞ്ഞിട്ടല്ല, മോവാബിൽ അവൾക്ക് അമ്മയില്ലാഞ്ഞിട്ടല്ല, അവൾ ഒരു രാജാവിൻ്റെ വംശാവലിയിൽപ്പെട്ടവളെന്നാണ് പാരമ്പര്യം പറയുന്നത്. അവൾക്ക് അവിടേക്ക് സുഖമായിട്ട് മടങ്ങിപ്പോകാം, സുഖലോലുപരിയായിട്ട് ജീവിക്കാം. പക്ഷേ അന്നത്തെ സുഖങ്ങളെല്ലാം വെടിഞ്ഞ് തൻ്റെ ഭർത്താവിൻ്റെ മാതാവിനോടുകൂടെ പോവുകയാണ്. യാതൊരു ബന്ധവുമല്ലാതെ അവൾക്ക് നവോമിയായിട്ടില്ല. അതെ, വൃദ്ധയായൊരു സ്ത്രീ മോവാബിൽ നിന്ന് ബേത്ലഹേമിലേക്ക് യാത്ര തിരിക്കുമ്പോൾ അന്ന് ഇന്നത്തെ പോലെയുള്ള യാതൊരു വാഹന സൗകര്യങ്ങളുമില്ല. There are no means of transportation. She has to walk all alone, and nobody can ever say that she will reach Bethlehem because she is an old woman. There was no obligation whatsoever that Ruth should follow her, but she did, and entreats her not to ask her to go back. Not because she never had a home. She had a home, and a very rich home. That's what tradition says. അതെ, നിന്റെ ജനം എൻ്റെ ജനമാണ് എന്ന് പറയുമ്പോൾ ഒരിക്കലും യഹൂദന്മാർ മോവാബിനെ അംഗീകരിക്കുകയില്ല. ബേത്ലഹേമിൽ വന്നാൽ ഇവൾ ഒറ്റപ്പെട്ടവളാണ്, ഇവളെ സ്വീകരിക്കുവാൻ ഒരു യഹൂദനും തയ്യാറാവുകയില്ല. കാരണം മോവാബിയർ ശപിക്കപ്പെട്ടവരാണ്. ഒരു ശപിക്കപ്പെട്ട സ്ത്രീയെ ഒരിക്കലും ഒരു യഹൂദൻ വിവാഹം കഴിക്കുകയില്ല എന്ന് മാത്രമല്ല, അവരുടേതായിട്ടുള്ള ഒരു രീതിയിലുള്ള സമൂഹത്തിൻ്റെ ഒരു പരിപാടിയിൽ അവരെ ഉൾപ്പെടുത്തുവാൻ കഴിയുകയില്ല. എല്ലാം കൊണ്ടും തനിച്ച് വേറിട്ട ഒരു ജീവിതമാണ് ബേത്ലഹേമിൽ ചെന്നാൽ അവൾക്ക് നയിക്കേണ്ടി വരുന്നത്. അത് നല്ലവണ്ണം മനസ്സിലാക്കിക്കൊണ്ടാണ് അവൾ പറയുന്നത്, നിന്റെ ജനം എൻ്റെ ജനമായിരിക്കും, നിന്റെ ദൈവം എൻ്റെ ദൈവമാണ്. ഓർപ്പ പോയതുപോലെ അതെ, എൻ്റെ പഴയ ദൈവത്തിൻ്റെ അടുത്തിലേക്ക് ഞാൻ മടങ്ങിപ്പോവുകയില്ല. നിന്റെ ദൈവം എൻ്റെ ദൈവമാണ്. ആ ദൈവം എന്നോട് വളരെയധികം ക്രൂരമായിട്ടാണ് പെരുമാറിയത്. എൻ്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ടു, അമ്മായപ്പനെ നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടവളാണ്. പക്ഷേങ്കിൽ ആ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. നിന്റെ ദൈവം എൻ്റെ ദൈവമാണ്. മാത്രമല്ല, ബേത്ലഹേമിൽ നവോമിയെ കൊണ്ടുവന്ന് അവിടെ എവിടെയെങ്കിലും പറഞ്ഞാക്കിയിട്ട് ഉടനെ രൂത്ത് തിരിച്ചു പോവുകയല്ല. അവൾ പറയുന്നു, നീ മരിക്കുന്നിടത്ത് ഞാനും മരിക്കും, നിന്നെ അടക്കുന്നിടത്ത് ഞാനും അടക്കപ്പെടും. മരണത്താലല്ലാതെ നമ്മെ വേർപെടുത്തുവാൻ ഒന്നിനും കഴിയുകയില്ല. നവോമിക്ക് മറുപടിയില്ല. നവോമി ഒന്നും നോക്കിയിട്ടല്ല, ഒന്നും കൊടുത്തിട്ടല്ല. അതെ, ശപിക്കപ്പെട്ട മോവാബ് ദേശത്തുള്ള ഒരു സ്ത്രീ അവളോട് പറ്റി നിൽക്കുകയാണ്. ബേത്ലഹേമിൽ ചെന്നു.
ബേത്ലഹേമിൽ എഫ്രാത്തിൽ ചെന്നപ്പോൾ നവോമി എല്ലാവരും മനസ്സിലാക്കി. 10 വർഷം മുൻപാണ് പോയത്. എന്നെ നവോമി എന്നല്ല വിളിക്കേണ്ടത്, മാറയെന്ന് വിളിക്കാനാണ് പറയുന്നത്. കയ്പാണ്, ജീവിതം മുഴുവൻ കയ്പാണ്, നിർഭാഗ്യവതിയായിട്ടാണ് ഞാൻ മടങ്ങി വരുന്നത്. പക്ഷേ അവളോടൊപ്പം രൂത്തുണ്ട്. ജോലിയില്ല, ബേത്ലഹേമിൽ വീടില്ല, ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ ശൂന്യതയിലേക്കാണ് രൂത്ത് ബേത്ലഹേമിലേക്ക് വരുന്നത്. പ്രതിഫലം പ്രതീക്ഷിച്ചല്ല. ബേത്ലഹേമിൽ വന്നാൽ നല്ല സ്ഥാനമാനങ്ങളും നല്ല വീടും നല്ല ഭൂസ്വത്തും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കതിനെ അംഗീകരിക്കുവാൻ കഴിയും. എന്നാൽ വട്ടപൂജ്യമാണ്. എല്ലാം വിറ്റിട്ട് ക്ഷാമകാലത്തെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് എലിമലേക്ക് തൻ്റെ കുടുംബവുമായിട്ട് മോവാബിലേക്ക് പോകുന്നത്. ഇന്ന് മടങ്ങി വരുമ്പോൾ യാതൊന്നുമില്ല. സാധു സ്ത്രീ എവിടെയാണ് ലാഭാർക്കേണ്ടത്, എങ്ങനെയാണ് ഉപജീവനം കഴിക്കേണ്ടത്, ഒരു രൂപമില്ല. പക്ഷേ അവളോടൊപ്പം ഏത് പ്രതിസന്ധിയിലും അവൾ കൈത്താങ്ങാകുവാൻ തക്കവണ്ണം രൂത്ത് അവളോടൊപ്പം ഉണ്ട്. ബേത്ലഹേമിൽ വന്നു. അതെ, രൂത്തിനോട് നവമി പറയുകയാണ്, എൻ്റെ ചാർച്ചക്കാരൻ ബോവാസ് എന്ന് പറയുന്ന ഒരുവനുണ്ട്, അവൻ്റെ വയലിൽ കാല പെറുക്കാൻ പോവുക. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇവൾക്ക് ഒരു വീണ്ടെടുപ്പുകാരനില്ല. പക്ഷേ ബോവാസിൻ്റെ നിലത്തിലേക്ക് കാല പെറുക്കുവാൻ പോയ മോവാബ്യ സ്ത്രീയായ രൂത്തിനെ ബോവാസ് വിവാഹം കഴിക്കുകയാണ്. ആ പട്ടണത്തിൽ വെച്ച്, പൊതുജന മധ്യേ വെച്ച് അവൻ അവളെ സ്വീകരിക്കുകയാണ്. കാരണം അവൻ പറയുന്നു, ഈ പട്ടണമെല്ലാം നിൻ്റെ നന്മയെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. സാധുവായ ആരോരുമില്ലാത്ത ഒരു വയസ്സെന്ന സ്ത്രീയെ കൊണ്ടുവന്ന് നീ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. അതുകൊണ്ട് നിന്നെക്കുറിച്ച് ഈ പട്ടണമെല്ലാം പറയുകയാണ്. രൂത്തിനെ ബോവാസ് ഭാര്യയായിട്ട് സ്വീകരിക്കുകയാണ്. ആ വംശപരമ്പരയിൽ നിന്നാണ് യേശു ക്രിസ്തു പൂജാതരാകുന്നത്. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, എങ്ങനെയാണ് അവളുടെ ശാപങ്ങൾ മാറ്റിയത്? അവളുടേതായിട്ടുള്ള വംശത്തിൻ്റെ ശാപം മാറ്റിയത് എങ്ങനെയാണ്? അവളുടെ പ്രവൃത്തി കൊണ്ടാണ്. ഇന്ന് ശാപം മാറ്റുന്നതിനായിട്ട് മുറിക്കുന്നതിനായിട്ട് അനേകർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടക്കുന്നുണ്ട്. എന്നാൽ നമ്മുടേതായിട്ടുള്ള ശാപങ്ങൾ, അല്ലെങ്കിൽ നാം സമ്പാദിച്ചു വെച്ചിട്ടുള്ള ശാപങ്ങളൊക്കെ തൂത്തുമാറ്റുവാൻ കഴിയുന്നത് ദൈവസന്നിധിയിലുള്ള പ്രാഗൽഭ്യം കൊണ്ടാണ്. ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള പ്രാഗൽഭ്യം അതേ നാം നേടിയെടുക്കുന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ്, പ്രവർത്തികൾ കൊണ്ടാണ്. ആരും രൂത്തിനോട് പറഞ്ഞിട്ടല്ല അവൾ ആ സാധു സ്ത്രീയെ സംരക്ഷിക്കുവാനായിട്ട് ഇറങ്ങി തിരിച്ചത്. അവൾക്ക് ഭർത്താവില്ല. അതേ, ബേത്ലഹേമിൽ വന്നാൽ മറ്റൊരു ഭർത്താവിനെ ലഭിക്കുകയുമില്ല എന്നുറപ്പുണ്ട്. എല്ലാം വിപരീതമാകുമ്പോഴും അവൾ വിശ്വസിച്ചത് അതേ നവോമിയുടെ ദൈവത്തെയാണ്. നിൻ്റെ ദൈവം എൻ്റെ ദൈവം. ആ ദൈവത്തിൽ അചഞ്ചലമായ വിശ്വാസം കൊണ്ട് അവൾ നവോമിയോടൊപ്പം ഇറങ്ങി തിരിച്ചു. ആ ദൈവം അവൾക്ക് വേണ്ടി സർവ്വതും കരുതി അവളുടെ ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റി. എൻ്റെ നിങ്ങളുടെ ആത്മീയ യാത്രയിൽ അതേ നമ്മുടെ പ്രവൃത്തികളാണ് നമ്മുടെ ശാപങ്ങളെ അനുഗ്രഹങ്ങളാക്കി മാറ്റുന്നത്. നമ്മുടെ മനസ്സലിവ്, അനുകമ്പ, മറ്റുള്ളവരെക്കുറിച്ചുള്ള കരുതൽ, അവയാണ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളെ സ്വർഗത്തിൽ നിന്ന് പിടിച്ചിറക്കുന്നത്. ദീർഘനേരം പ്രാർത്ഥിച്ചതുകൊണ്ടോ അതേ ഒരുപാട് നേരം ഉപവാസമാണെന്ന് പറഞ്ഞ് പട്ടിണി കിടന്നതുകൊണ്ടോ അല്ല. പിന്നെയോ അനുദിന ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ കരുതലും അനേകർക്ക് നമ്മിൽ നിന്ന് അനുഭവമാക്കുവാൻ കഴിയുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി കരുതും. നമ്മുടെ ശാപങ്ങളെ അവൻ അനുഗ്രഹമാക്കി മാറ്റും. രൂത്തിൻ്റെ അനുഭവം അതാണ് തെളിയിക്കുന്നത്. അപ്രകാരമുള്ള പ്രവൃത്തി കൊണ്ടുള്ള ആ വലിയ മാറ്റത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവിൻ ദൈവമേ, ഈ വലിയൊരു സമയത്തിനായിട്ട് ഞങ്ങളിങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. രൂത്ത് അവളുടെ പ്രവൃത്തി കൊണ്ട് കർത്താവെ ശാപത്തെ മാറ്റുക മാത്രമല്ല, അങ്ങയുടെ ഓമനപുത്രൻ്റെ വംശാവലിയിലേക്ക് അവിടുന്ന് അവളെ കരം പിടിച്ച് കയറ്റി. ശപിക്കപ്പെട്ട മോവാബ്യ സ്ത്രീ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ പൈതലിൻ്റെ മുത്തശ്ശിയാകുവാൻ തക്കവണ്ണം അവിടുന്ന് പ്രസാദിച്ചു. അടിയങ്ങളുടെ ജീവിതയാത്രയിൽ കർത്താവെ പ്രവർത്തികൾ കൊണ്ട് ഞങ്ങൾക്ക് അങ്ങ് തരുന്ന അനുഗ്രഹങ്ങളൊക്കെയും പ്രവർത്തികൾ കൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയാക്കുവാൻ, അനുഭവമാക്കുവാൻ കഴിയുമ്പോൾ അത് ഞങ്ങൾക്ക് അനുഗ്രഹങ്ങളെ സമ്പാദിക്കുന്നത് മനസ്സിലാക്കുവാൻ തക്കതിനുവേണം കർത്താവ് ഈ സമയം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ട ഓരോരുത്തരും അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അവിടുത്തെ തിരുനാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണം
അടിയങ്ങളുടെ സർവ്വ പ്രവർത്തികളിലും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശുനാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. പിതാവ് ദൈവത്തിൻ്റെ സ്നേഹവും പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും സഹവാസവും നാം ഓർത്തുപാലിച്ച എല്ലാ വിഷയങ്ങളിലും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമ മഹത്വത്തിനായി ഈ ശുശ്രൂഷ സമർപ്പിച്ചത് ബാബു ആൻഡ് ബേബി, ടൊറന്റോ, കാനഡ.